ക്വസ്റ്റ്യൻ നമ്പർ 4 നേരെ നോക്കിക്കോളൂ. ഇവിടെ വാട്ട് ആർ ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വേർ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 14 കട്ട് ദ എക്സ് ആക്സിസ്. ഇങ്ങനെ ഒരു പോളിനോമിയലിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കട്ട് ദ എക്സ് ആക്സിസ് എന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കണ്ടുപിടിക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെച്ചോളൂ, അവിടെ കണ്ടുപിടിക്കേണ്ടത് സൊല്യൂഷൻ ആണ്. അവിടെ കണ്ടുപിടിക്കേണ്ടത് സൊല്യൂഷൻ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല കാണേണ്ടത്, സൊല്യൂഷൻ ആണ് കാണേണ്ടത്. സോ നിങ്ങൾ ഇങ്ങനെയാണ് സൊല്യൂഷൻ കാണേണ്ടത്. ഈ എക്സ് ഇല്ലേ, അതിന്റെ കൂടെ നിൽക്കുന്ന ആളുണ്ടാവും, അയാളാണ് എ പ്ലസ് ബി. വാട്ട് ഈസ് എ പ്ലസ് ബി? -9. ക്ലിയർ അല്ലേ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ -9. എ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ? 14. ക്ലിയർ ആണോ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഒപ്പം നിൽക്കുന്ന ആള്. ക്ലിയർ അല്ലേ? എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ആൻസർ വരുന്നില്ലേ, അതാണ് എ ബി. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കുക. എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്താൽ -9 കിട്ടണം. അതേ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 14 കിട്ടണം. ഏതാണ് ആ രണ്ട് നമ്പറുകൾ? ഏതാണ് ആ രണ്ട് നമ്പർ? -2ഉം -7ഉം മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്ര? 14. മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്ത പ്ലസ് ആണ് ആൻസർ. അതേ -2ഉം -7ഉം ആഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? -9 ആണ് അല്ലേ? സോ ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? -2ഉം -7ഉം ആണ്. സോ അതിനെങ്ങനെയാണ് എഴുതുക? x-2 x-7 എഴുതുക. ഇവിടെ എന്താണോ കിട്ടിയത്, അല്ലെ ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ട് ഇങ്ങനെ മനസ്സിലാക്കി, ഇവിടെ എന്താണോ കിട്ടിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുന്നതിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഇവിടെ എന്താണോ നമ്മൾ ചെയ്ത് കിട്ടിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുന്നതിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻസ്. ക്ലിയർ അല്ലേ? ഇത് എക്സാമിന് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മോഡൽ എക്സാമിന്, പ്രീ മോഡൽ എക്സാമിന് എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്, കൂട്ടലും കുറക്കലും അറിഞ്ഞാൽ മതി. യെസ്, ഇതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്തു തരാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇത് വെരി സിമ്പിൾ ആണ്. എങ്ങനെയാണ് മീഡിയം കാണുക? മീഡിയം കാണാൻ പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ്. എങ്ങനെ കാണുക? തന്ന നമ്പേഴ്സിന് എന്തിൽ എഴുതുക? അസെൻഡിങ് ഓർഡറിൽ എഴുതുക. തന്ന നമ്പേഴ്സിന് ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ ഇങ്ങനെ എഴുതിയ ശേഷം എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ഒരു നമ്പർ ഉണ്ട്, 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 ഇവിടെ ഒരു നമ്പർ ഉണ്ട്. കട്ട് ചെയ്യൂ. സെന്ററിൽ എത്ര നമ്പർ വരുന്നുണ്ട്? 2 നമ്പർ. ആ 2 നമ്പർ ആഡ് ചെയ്യുക. 56 64 ആഡ് ചെയ്താൽ എത്രയാണ്? ആ സെന്ററിലുള്ള 2 നമ്പർ ആഡ് ചെയ്യുക. എന്നിട്ട് ആ സെന്ററിലുള്ള 2 നമ്പർ ആഡ് ചെയ്ത് 56 64 ആഡ് ചെയ്താൽ എത്രയാണ്? 120. അതിനെ എന്തോട്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. ചെയ്യേണ്ട പ്രോസസ് എന്താന്ന് മനസ്സിലായോ? മീഡിയം കാണാൻ ചോദിച്ചാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. സെന്ററിൽ ഒരു നമ്പർ ആണെങ്കിൽ യാതൊരു സീനും ഇല്ല, ആ നമ്പർ തന്നെ എടുത്ത് എഴുതുക. സെന്ററിൽ 2 നമ്പർ ആണെങ്കിലോ ആ 2 നമ്പറും കൂടി ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 എങ്ങനെയാണ് ചെയ്യുക? നേരെ നോക്കിക്കോളൂ. ഇത് ചെയ്യാനുള്ള സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. എല്ലാ ആളുകളും ശ്രദ്ധിച്ചോട്ടോ, എല്ലാ ആളുകളും ശ്രദ്ധിച്ചോ. ഇത് ചെയ്യാനുള്ള സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാനുള്ള സിമ്പിൾ ട്രിക്ക് എന്താണെന്നറിയോ? സർഫസ് ഏരിയ ഇവിടെ എത്രയെന്ന് തന്നിട്ടുണ്ടാവും? 120 അല്ലേ? 120 സർഫസ് ഏരിയ 120 ആണ്. സോ 4πr² ആണ് ഇക്വേഷൻ. 4πr² ആണ് 120. കണ്ടോ? സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 4πr² ആണ്. 4πr² ആണ് 120. ഇതിനെങ്ങനെ πr² കാണുക? ഈ × 4 ഇങ്ങോട്ട് വന്ന എന്തായി? ഡിവൈഡഡ് ആയി. കണ്ടോ? ഇങ്ങനെ 4πr² എന്ന് പറഞ്ഞാൽ 120. ഇതിനെങ്ങനെ πr² കാണുക? πr² എങ്ങനെ കാണുക? 120/4. ഈ × 4 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? × 4 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഡിവൈഡഡ് ആവും. സോ πr² എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. ഇത് ബുദ്ധിമുട്ടില്ലല്ലോ. πr² 30 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നിങ്ങളോട് ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ ചോദിച്ചാലേ
സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 3πr². ആ 3 അതുപോലെ എഴുതുക. സിമ്പിൾ. πr² സ്ഥലത്ത് 30 കൊടുക്കുക. ഓക്കെ അല്ലേ? πr² സ്ഥലത്ത് 30 കൊടുക്കുക. സോ 3 × 30 90. ഇനി ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഇതാണ്. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് വന്നാലും എന്റെ കുട്ടികൾ ഇങ്ങനെ ചെയ്താൽ മതി. 120 എഴുതുക. ഇവിടെ എന്താണോ തന്നത് അത് എഴുതുക. മൈനസ് ചെയ്യുക 120/4. ഇതാണ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനുള്ള ട്രിക്ക്. 120 എഴുതുക. മൈനസ് 120/4. ഇപ്പൊ 100 ആണെങ്കിൽ എന്താ എഴുതുക എന്ന് പറഞ്ഞ 100 മൈനസ് 100/4 അത്ര എഴുതാൽ മതി. സോ അതിന്റെ ആൻസർ പറഞ്ഞ 120/4 എത്ര? 30. ആൻസർ എത്ര? 90. സിമ്പിൾ ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഇതാണ് ഷോർട്ട് കട്ട് കേട്ടോ. ഇതാണ് ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് പഠിക്കണം എന്ന് നിർബന്ധമല്ല. കറക്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഷോർട്ട് കട്ട് ഇങ്ങനെ പറഞ്ഞു അല്ല. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ സർഫസ് ഏരിയ 100 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുക? 100 ആണെങ്കിൽ എങ്ങനെ ചെയ്യുക? നിങ്ങളൊന്ന് പറഞ്ഞ 100 ആണെങ്കിൽ എങ്ങനെ ചെയ്യുക? 100 മൈനസ് 100/4. 100 മൈനസ് എത്ര? 100/4 എത്ര? 25. ആൻസർ എത്ര വരിക? 75. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. യെസ്, ക്ലിയർ അല്ലേ?